തന്നെയാണ്. ഇപ്പം നമ്മുടെ ബ്രോസാണ് കേട്ടോ അവരൊക്കെ. പ്രക്ഷോഭ്, ജെയിൻ, പ്രദീപേട്ടൻ, പിന്നെ രാജ്കുമാർ, സുർജിത്ത്, അങ്ങനെ ഒരുപാട് എല്ലാവരും നമ്മുടെ ഒരു ടീമാണ്. രജിത്തേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് വരാനായിട്ട് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങ് തകർത്തു. ഹായ് ലെനി മരട്. ലെനി ചേട്ടാ ഇപ്പോൾ കൊച്ചിയിലല്ല, കൊല്ലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ, ഞാൻ വേറൊരു മലപ്പുറത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഈ കൊല്ലത്തേക്ക് വന്നത്. അപ്പോൾ ഈ കൊല്ലത്തെ പ്രോഗ്രാം ഇന്നലെ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇപ്പോൾ ലെനിച്ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു ടീമുണ്ട്, ആരവ് സിനിമ ആൻഡ് നിതാര പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഒരു പുതിയൊരു സിനിമ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ഒരു ടൈറ്റിൽ, ഒരു മോഷൻ പോസ്റ്റർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു. ജൂഹി 2.0. ഞാൻ ഓൾറെഡി കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂഹി 2.0ൻ്റെ ഒരു മോഷൻ പോസ്റ്റർ നമ്മൾ ഇന്നലെ ലോഞ്ച് ചെയ്തു. ഈ ഒരു വലിയ പ്രോഗ്രാമിൽ, ഈ ഒരു വലിയ ചടങ്ങിൽ നമ്മളത് ലോഞ്ച് ചെയ്തു. ലോഞ്ചിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബിജു പണിക്കശ്ശേരി, അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ലെനി മരട്, ദെൻ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രാജീവ് RS, പിന്നെ നമ്മുടെ തുഷാറേട്ടൻ. ഇവർ രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് നോക്കുന്നത്. പിന്നെ ശ്യാം ബ്രോ ഉണ്ടായിരുന്നു. പിന്നെ അഭിലാഷ് ഏട്ടൻ വരാൻ പറ്റിയില്ല, എന്നാലും പുള്ളിയും അതിനകത്ത് നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടിങ്ങനെ നല്ല നമ്മളത് ലോഞ്ച് ചെയ്തു. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മളത് തകർത്തു ഉള്ള സമയം. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് 3 മണിക്കായി, ഇന്നലെ പുലർച്ചെയായി കഴിഞ്ഞപ്പോൾ. വരുന്നുണ്ടോ ട്രിവാൻഡ്രം? അയ്യോ, ട്രിവാൻഡ്രം ഇല്ല. ട്രിവാൻഡ്രം വരും. ഓക്കെ, ദെൻ വീട്ടിലെല്ലാവരും സുഖമാണോ? സുഖം ശരത് ബ്രോ. ദെൻ എനിക്ക് ആക്ച്വലി ആരും കാണാൻ പറ്റുന്നില്ല, മീൻസ് റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതാണ് കേട്ടോ. അൻസാൻ ലാലച്ചൻ, ഹായ്. പിന്നെ എൻ്റെ ഞാൻ ഇതിൽ ആക്റ്റീവ് അല്ല എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടൻ മറ്റേ ഇൻസ്റ്റ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഫംഗ്ഷൻ വന്നപ്പോഴും ചോദിച്ചു, ചേട്ടാ അതിനകത്തൊന്നും ഒരു അനക്കമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുറവാണ് ഞാൻ വരല്. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും വരും. രാജി എന്നെ മനസ്സിലായോ? എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല കേട്ടോ, മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാൻ നോക്കാം. റെഡി. ദെൻ അൻസാൻ ലാലച്ചൻ, ഹായ് ചേട്ടായി. ഹായ് അൻസാൻ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ഷോ, കൈലാസ് ഫാഷൻ വീക്കിൻ്റെ ഷോ കൗമുദി ചാനലിൽ ആണ് മിക്കതും അത് ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ കൈലാസിൻ്റെ പ്രക്ഷോഭ് കൈലാസ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പുതിയ ഒരു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മോളിവുഡ് ഫ്ലിക്സ് അവാർഡ്. നമ്മുടെ സിനിമ സീരിയൽ ഇൻഡസ്ട്രിയിലെ എല്ലാവർക്കും ഒട്ടുമിക്ക കഴിവുള്ള ഒരുപാട് പേർക്ക് അതിനകത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു ഷോയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം ഇതൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദങ്ങളിലൂടെ അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ പ്രോഗ്രാംസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സ്, എന്നെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും അവർക്കും ഉണ്ടാവണം. ഓക്കെ, മഴയില്ല. ഓക്കെ, മൂന്നാർ എത്തിയിട്ട് വിളിക്കാൻ മുത്തേ. അതാണ് ലെനിച്ചേട്ടാ, വിളിക്ക്. നമ്മുടെ ടീം എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, ദെൻ മഴയില്ല. പിന്നെ എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, കമൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ലാലേട്ടൻ സിനിമ കണ്ടോ? ലാലേട്ടൻ്റെ സിനിമ കാണാൻ പറ്റിയില്ല. എൻ്റെ ബ്രോ, അവൻ്റെ കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഞാൻ വീണ്ടും പറയാം. ഷിയാസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. അവൻ എപ്പോഴെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനത് ഞാനിപ്പോൾ തന്നെ അവന് വിഷ് ചെയ്യാണ്. ഹാപ്പി. ഓൾറെഡി നമ്മുടെ ഫ്ലോറിൽ വെച്ചിട്ട് അവന് ബർത്ത്ഡേ വിഷസൊക്കെ കൊടുത്തു. കുറേ ബഹളമൊക്കെ വെച്ച് നമ്മളിങ്ങനെ കുറേ കൂവി നമ്മൾ ഒരു വിഷസ്, അത് സ്നേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ. നമ്മുടെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു വിഷസ് കൊടുത്തു. സോ എന്നാലും ഞാൻ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ബ്രദർ ആൻഡ് മൈ ഡിയർ ചങ്ക് ബ്രോ ഷിയാസ് കരീം. ഷിയാസിന് ബർത്ത്ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു. ദെൻ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഞാൻ നോക്കാം. അൻസാൻ ലാലച്ചൻ, ആദിത്യ ഷരാജ്, ഹായ്.
യെസ്. ദെൻ വേറെ എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്സ് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും കൂടെ തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് തകർക്കണം. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ ഭാഗമായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ. പിന്നീട് കസ്തൂരിമാനിൽ നിന്നും സിദ്ധാർത്ഥ് പിന്മാറുകയും ചെയ്തിരുന്നു. നിരവധി പ്രശ്നങ്ങൾക്കൊടുവിലായിരുന്നു ആ പിന്മാറ്റം. എന്നാൽ ഇപ്പോൾ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്തയാണ് നമ്മളെ എല്ലാവരെയും തേടിയെത്തിയിരിക്കുന്നത്. ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം. നടി സീമാജി നായരാണ് മരണവിവരം പങ്കുവച്ചത്. സിദ്ധാർത്ഥ് അവസാനമായി പങ്കുവച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച ആ മനുഷ്യനെ എന്തിനാണ് ദൈവം ഇത്ര നേരത്തെ വിളിച്ചതെന്നാണ് എല്ലാവരും